ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി കേസരിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അല്പം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് വറുത്തെടുക്കണം. കേസരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീ എപ്പോഴും ലോ ഫ്ലെയിമിലാവണം. അതുപോലെ തന്നെ ഇതിനാവശ്യമായ സാധനങ്ങളെല്ലാം നമ്മൾ അടുത്ത് തന്നെ കൊണ്ടുവയ്ക്കും വേണം. ഇനി ഈ നെയ്യിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് ചെറിയ തീയിൽ വറുത്തെടുക്കാം. നല്ലപോലെ വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു കടായി വെച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. തിളച്ച് വരുമ്പോൾ തന്നെ വറുത്ത് മാറ്റി വെച്ച റവ ചേർക്കുക. ഇനി വളരെ വേഗം തന്നെ ഇളക്കി യോജിപ്പിക്കുക, കട്ടയൊന്നുമില്ലാതെ. എല്ലാം നല്ലപോലെ യോജിച്ച് 1 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ അത് വെള്ളമൊക്കെ വറ്റി വെന്ത് കിട്ടും. ഇനി ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. ഇത് അത്യാവശ്യത്തിന് മധുരമുണ്ട്. ഇനി ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അല്പം അളവ് കുറച്ചാൽ മതി. പഞ്ചസാരയൊക്കെ നല്ല അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിന് കേസരിക്ക് ആവശ്യമായിട്ടുള്ള കളറ് ചേർക്കാം. കുങ്കുമപ്പൂവ് വെള്ളത്തിൽ ഇട്ട് അതിൻ്റെ വെള്ളം ചേർത്താലും മതി, അല്ലെങ്കിൽ ഫുഡ് കളർ ചേർത്താലും മതി. ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അതാണ് ചേർത്തത്. ടേസ്റ്റിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അത് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി 1/4 കപ്പ് നെയ്യ് കൂടെ ചേർക്കാം. അതും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. കേസരിക്ക് അതുപോലെ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം തയ്യാറാവുന്നത് വരെ. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് യോജിപ്പിക്കാം. വെള്ളമൊക്കെ വറ്റി കേസരി അതിൻ്റെ ആ ടെക്സ്ചറിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. കേസരി റെഡിയായി. ഇനി നമുക്ക് സെർവ് ചെയ്യണ പാത്രത്തിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.